ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പം 19th ഫ്ലോറിന്റെ 12ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇൻഫ്ലുവൻസർ പെൺകുട്ടി കോളേജിന്റെ പരിസരത്തൂടെ നടന്നു പോവാണ്. അപ്പൊ അവൾക്കൊരു തോന്നല് ആരോ അവളെ ഫോളോ ചെയ്ത് വരുന്നത് പോലെ. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൊട്ട് പിറകിലായിട്ട് കാണുന്നത് ആ പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. അതിനകത്ത് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ കാറ്റടിയാണ്. അവൾക്ക് എന്തോ പേടി പോലെ തോന്നുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് മാറി നടന്നു പോവാണ് പേടിച്ചിട്ട്. ഇതിനുശേഷം ക്യാൻറ്റീൻ ആണ് കാണിക്കുന്നത്. അവിടെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഫുഡ് എടുത്തോണ്ട് കഴിക്കാനായിട്ട് പോവാണ്. അപ്പൊ തൊട്ട് ഫ്രണ്ടില് ഫാൻ ബോയ് ഇരിക്കുന്ന കാണാണ്. അങ്ങനെ അവന്റെ അടുത്ത് ചെന്ന് ഇരിക്കുന്ന നേരം അവനാണെങ്കിൽ മറ്റേ പെൺകുട്ടി ഓർത്തോണ്ടിരിക്കുക, ഗെയിമിലെ പെൺകുട്ടി. അത് ഷോർട്ട് ഹെയർ ആണെന്ന് നമുക്കല്ലേ അറിയാവൂ, അവനറിയത്തില്ല. അപ്പൊ അവൻ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് അവളെ ഓർത്തോണ്ട്. ഇത് കണ്ടിട്ട് ഷോർട്ട് ഹെയർ പറയും, നീ അവളെ കുറിച്ച് ഓർത്തിരിക്കാതെ ഭക്ഷണം കഴിക്കുക, അവളെ കുറിച്ച് ഓർത്തിരുന്നാൽ നിന്റെ വയറ് നിറയത്തില്ല എന്ന് പറയും. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ് കേട്ടോ. അവളാണെങ്കിൽ എന്തോ കൊറിയർ വാങ്ങാൻ വന്നേക്കാണ്. വലിയ 2 പെട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം അതെന്ത് കൊറിയർ ആണെന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ബോസിന്റെ എവളുടെ ഡീറ്റെയിൽസ് ആണ് ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോഴത്തേക്ക് എന്തായാലും ആ VR ഹെഡ്സെറ്റ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഹോസ്റ്റൽ റൂമിൽ ഇരുന്നിട്ട് പഠിക്കുക എഴുതുക എന്തെങ്കിലും ചെയ്യാണ് ലാപ്ടോപ്പ് നോക്കിയിട്ട്. ഇതേ നേരം അങ്ങോട്ട് ഷോർട്ട് ഹെയർ മൂളിപ്പാട്ടും പാടി കയറി വരികയാണ്. അപ്പം ഷോർട്ട് ഹെയർ പ്രതീക്ഷിച്ചില്ല ഹീറോയിൻ റൂമിൽ കാണുമെന്ന്. അവൾ ഹോസ്പിറ്റലിൽ പോയിക്കുമല്ലായിരുന്നു. അപ്പൊ അവള് മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്ന നേരത്ത് ഈ ഷോർട്ട് ഹെയറിന് എന്തോ പോലെ തോന്നുകയാണ്. കാരണം ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കല്ലേ. അപ്പൊ അവളിങ്ങനെ സന്തോഷിച്ച് നടക്കുന്നതാന്ന് ഹീറോയിൻ വിചാരിച്ചാലോ. അതുകൊണ്ട് ഷോർട്ട് ഹെയർ പറയാണ്, ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടല്ല, അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നയാന്ന് പറയും. ഇതേ നേരം നമ്മുടെ ഹീറോയിൻ ഷോർട്ട് ഹെയറിന്റെ അടുത്ത് വന്ന് പറയാണ്, അതായത് കൂട്ടുകാരി പെൺകുട്ടിയുടെ തലയിൽ ഒരു ചിപ്പ് ഉണ്ടെന്ന്, അത് മാത്രല്ല നീ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഷോർട്ട് ഹെയർ പറയും, ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, റിയാലിറ്റിയെ കാട്ടി അടിപൊളിയാണ് ഗെയിമില്. എനിക്കാണെങ്കിൽ ഗെയിമിൽ നടക്കാനെങ്കിലും പറ്റും, ഓടാൻ പറ്റും, എന്റെ മൂവ്മെന്റ് കൂടുതലാണ്, മൂവ്മെന്റ് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഗെയിം കളിക്കുന്നുണ്ടെന്ന് പറയും. അതുമാത്രമല്ല ഈ ഹീറോയിൻ ഷോർട്ട് ഹെയറിനോട്, അതായത് നമ്മൾ ഫുൾ ഗെയിം കളിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കോമയിൽ പോയി എല്ലാവരും തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. ഇതേ നേരം ആരോ ഡോറ് തുറക്കുകയാണ്. അപ്പൊ അത് വേറെ ആരുമല്ല, അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ് കേട്ടോ. ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടി നേരത്തെ കൊറിയർ എടുക്കാൻ ചെന്നപ്പോൾ ആരോ ഒരാൾ ഫോണിൽ വിളിച്ചായിരുന്നു. അത് ആരാ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഒന്നെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചേട്ടനായിരിക്കാം. എന്നിട്ട് പറയാണ്, എനിക്ക് വേറൊരു നല്ല ജോലിയുണ്ട്, ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ശമ്പളം ഉണ്ടെന്ന് പറയാണ്. ഏതോ ഒരു കൊറിയർ ബോയ് ആണ് കേട്ടോ വിളിച്ചത്. അപ്പം ഈ റൂമിലോട്ട് വന്നേക്കുന്നത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ്. കയ്യിൽ കുറെ അധികം സാധനങ്ങളുണ്ട്, കൊറിയറും ബാഗും അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയാണ്, ഒന്ന് സഹായിച്ചൂടെ. എന്നാലുണ്ടല്ലോ ഈ ഹീറോയിനും ഷോർട്ട് ഹെയറും അത് മൈൻഡ് ചെയ്യാതെ അവരവരുടെ കാര്യം നോക്കി പോവാണ്. എന്തായാലും ഇൻഫ്ലുവൻസർ സ്വന്തമായിട്ടാണ് എല്ലാം പറക്കിക്കൊണ്ട് റൂമിൽ വെക്കുന്നത്. ഇതിനുശേഷം ഫാൻ ബോയെ കാണിക്കുകയാണ് കേട്ടോ. ഫാൻ ബോയ് ആണെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിന്നിട്ട് കളിക്കുകയാണ്. പക്ഷെ ഒറ്റ ബോൾ പോലും ആ ബാസ്കറ്റിനകത്ത് വീഴുന്നില്ല. അതായത് അവന് ശ്രദ്ധയില്ല, അവനെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആ ഗെയിം കാരണമായിരിക്കണം. ഇതേ നേരം അങ്ങോട്ട് ഷോർട്ട് ഹെയർ വരുവാണ്. എന്നിട്ട് അവനോട് പറയാണ്, നമുക്കൊരു ഗെയിം കളിക്കാം, കറക്റ്റ് ആയിട്ട് ആര് ബാസ്കറ്റിൽ ഇടുന്നോ അവര് ജയിക്കും, ഇടാത്തവര് സത്യം പറയണമെന്ന് പറയും. അതായത് ഈ ഫാൻ ബോയോട് എന്തോ ചോദിക്കാറുണ്ട് ഷോർട്ട് ഹെയറിന്. അങ്ങനെ അവർ രണ്ടുപേരും ബോൾ എടുത്തെറിയാണ് കേട്ടോ. അപ്പം ഷോർട്ട് ഹെയർ ഇടുന്ന സമയത്ത് ഷോർട്ട് ഹെയർ കറക്റ്റ് ആയിട്ടാണ് ആ ബോൾ ഇടുന്നത്. അതിനർത്ഥം അവൾ ഏതോ ഒരു പഴയ അത്ലറ്റ് ആണ്. അങ്ങനെ അവൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പുള്ളിക്കാരിയുടെ കാല് വയ്യാതായിട്ടുള്ളത് കേട്ടോ. ആ ബോൾ ഇടുന്നത് കണ്ടറിയാം അവർക്ക് നല്ല പരിചയം ഉണ്ടെന്ന്. എന്നാലുണ്ടല്ലോ ഈ ഫാൻ ബോയ് ഇടുന്ന നേരം അതാണെങ്കിൽ അതിനകത്ത് ചെന്ന് വീഴുന്നില്ല, അത് തറയെ പോവാണ്. അപ്പൊ അവനാണ് സത്യം പറയേണ്ടത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സൈഡിൽ ഒരു ബെഞ്ചിൽ വന്നിരുന്നിട്ട് ഷോർട്ട് ഹെയർ ചോദിക്കുകയാണ്, നീ എന്നോടൊരു സത്യം പറയണം, നീ ഇനി തൊട്ട് ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഫാൻ ബോയ്, ഞാൻ എന്തായാലും ഗെയിം കളിക്കും, കാരണം ആ പെൺകുട്ടി ഗെയിമിൽ ഒറ്റയ്ക്കാണ്, ഞാൻ അവളുടെ അടുത്ത് ഡേഞ്ചറാന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല, അതെന്തായാലും അപകടം പിടിച്ച പരിപാടിയാണ്, അപ്പൊ ഞാനൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പം ഈ ഷോർട്ട് ഹെയറിനാണെങ്കിൽ എന്തോ നാണം പോലെയൊക്കെ തോന്നുകയാണ്. അങ്ങനെ നാണം വന്നിട്ട് അവന്റെ ഷോൾഡറിലിട്ട് ഒരു അടി കൊടുക്കുകയാണ് അവൾ. അത് മാത്രമല്ല ഷോർട്ട് ഹെയർ അവനോട്, നിനക്ക് അവളെ കുറിച്ച് ഓർത്ത് അത്രയും പേടിയാണെങ്കിൽ നീ അവളുടെ കൂടെ ചേർന്ന് ഗെയിം കളിച്ച് അവൾക്ക് പ്രശ്നം വരാതെ എല്ലാത്തിനും അവളുടെ കൂടെ കാണുവാണെങ്കിൽ അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഷോർട്ട് ഹെയർ അവനോട് ടിപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. എവളുടെ കാര്യം തന്നെയാണ് കേട്ടോ, എവളാണ് അതിനകത്ത് ആ ഷോർട്ട് ഹെയർ. എവൾക്ക് അവനോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് അവളുടെ കണ്ണിൽ കാണാനും പറ്റുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ക്യാൻറ്റീനാണ് കാണിക്കുന്നത്. ക്യാൻറ്റീനിൽ നമ്മുടെ അങ്കിൾ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അങ്കിളിനാണെങ്കിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഗെയിമില് അങ്കിളും കൂട്ടുകാരി പെൺകുട്ടിയായിരുന്നു നല്ല കൂട്ടുകാരായിട്ടിരുന്നത്. കൂടുതൽ സമയം, അതായത് ഗെയിമിൽ കൂടുതൽ സമയം കൂട്ടുകാരി പെൺകുട്ടി അങ്കിളിന്റെ കൂടെ ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ സങ്കടങ്ങളൊക്കെ അങ്കിളിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ആയ സമയത്ത് അങ്കിളിന് വിഷമം സഹിക്കാൻ വയ്യ. അങ്കിളിന് കൂട്ടുകാരി പെൺകുട്ടിയുടെ അത്രയും വാത്സല്യമായിരുന്നു. ഇതേ നേരം അങ്ങോട്ട് കൂട്ടുകാരി പെൺകുട്ടി വരികയാണ് കേട്ടോ. എന്നിട്ട് അങ്കിളിനോട് പറയാണ്, ഞാൻ ലൈവ്
ലൈബ്രറിയിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം താമസിച്ചു പോയി, ഫുഡ് ബാക്കിയിരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്കിളാണെങ്കിൽ സ്വന്തം ഫുഡ് എടുത്ത് കൂട്ടുകാരി പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ അപ്പോഴാണ് അങ്കിള് ബോധത്തിലോട്ട് വരുന്നത് അത് കൂട്ടുകാരി പെൺകുട്ടിയല്ല, അത് വേറെ ഏതോ പെൺകുട്ടിയാണ്. ഈ അങ്കിളിന്റെ വിഷമം കാരണം അങ്കിളിന് അങ്ങനെ തോന്നിയതാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയും അങ്കിള് കഴിച്ചോ, കുഴപ്പമില്ല, എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം വൈകുന്നേരം നമ്മുടെ ഹീറോയിനും ആ ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് എല്ലാരും കൂടെ അവിടെ വന്ന് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണെങ്കിൽ അങ്ങോട്ട് ആരും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഗെയിം കളിക്കാൻ വരുന്നുണ്ടോ, അതോ ഇനി ആരും വരാതിരിക്കുമോ എന്നൊക്കെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം അങ്ങോട്ട് അങ്കിള് വരുവാണ്. അങ്കിള് വന്നിട്ട് ഹീറോയിനോടും പറയാണ് ഞാൻ എന്തായാലും ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ആ കൂട്ടുകാരി പെൺകുട്ടിക്ക് വേണ്ടി ഗെയിം കളിക്കുമെന്ന് അങ്കിൾ ഉറപ്പിച്ച് പറയാണ്. അതായത് ഈ അങ്കിളിനാണെങ്കിൽ കൂട്ടുകാരി പെൺകുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു, ഒരു മോളെ പോലെ. എന്നാൽ അവളാണെങ്കിൽ സ്വയമേ ആത്മഹത്യ ചെയ്ത് ഗെയിമിൽ കുടുങ്ങി കിടക്കുമല്ലേ, കോമയിൽ. എന്നാൽ ഈ ഗെയിം എല്ലാവരും കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കോമയിൽ പോയി എല്ലാവരും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് അങ്കിൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതിനുശേഷം റൗഡി പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. റൗഡി പയ്യൻ നമ്മുടെ ഫാൻ ബോയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഒരു പഴയ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നേക്കാണ്. എന്നിട്ട് അവനെ അവിടുത്തെ ഒരു കസേരയിൽ കെട്ടി വെച്ചേക്കാണ്. ഇതിനുശേഷം അച്ഛനെ വിളിക്കുകയാണ്. ഫാൻ ബോയുടെ അച്ഛനെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ മോനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തരാനുള്ള പൈസ ബാക്കി തന്നാലേ ഞാൻ അവനെ വിടത്തുള്ളൂ. അപ്പോൾ അച്ഛൻ പറയും എനിക്ക് അവനെ വേണ്ട, നീ അവനെ കൊന്നോ എന്ന് പറയും. അതായത് ഈ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് ഫാൻ ബോയുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ട് പൈസയ്ക്ക് വേണ്ടി അങ്ങനെ വിളിച്ചതെന്നാണ്. എന്നാലുണ്ടല്ലോ ഇത് റൗഡി പയ്യൻ ഒറിജിനലായിട്ട് കൊണ്ടുവന്നതല്ലേ. അങ്ങനെ ഈ റൗഡി പയ്യനാണെങ്കിൽ ഒന്നും കൂടെ ഫോൺ വിളിച്ചിട്ട് ഫാൻ ബോയുടെ കൊടുക്കുകയാണ്. അപ്പോൾ ഫാൻ ബോയ് സംസാരിക്കുകയാണ് കേട്ടോ. ഫാൻ ബോയ് അച്ഛനോട് പറയണം അച്ഛൻ എന്നെ തട്ടിക്കൊണ്ടുവന്ന് ഇവനിപ്പോ എന്നെ കൊല്ലും, ഇവർക്ക് കൊടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അച്ഛൻ പറയാണ് എടാ നിന്റെ ഈ മാസത്തെ ചെലവ് കഴിഞ്ഞല്ലേ, നിന്റെ ഇനി പൈസ ഇല്ലല്ലേ, അതുകൊണ്ട് നീ എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചില്ലേടാ. ഇതും പറഞ്ഞിട്ട് അങ്ങേര് ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇത് കേട്ടപ്പോൾ ഈ റൗഡി പയ്യന് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. അവന്റെ ഫ്രസ്ട്രേഷൻ മുഴുവനും അപ്പുറത്ത് കിടന്ന ഒരു ഡെസ്കിൽ അടിച്ചു തീർക്കുകയാണ്. അത് മാത്രമല്ല ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഇവന്റെ തലയ്ക്കടിക്കാൻ പോവാണ് കേട്ടോ. ഇതേ നേരം ഫോണിലോട്ട് ആരോ വിളിക്കുകയാണ്. അപ്പോൾ ആ ബിയർ ബോട്ടിൽ തറയിട്ട് പിടിച്ചിട്ട് ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഈ റൗഡി പയ്യൻ വിചാരിച്ചിരിക്കുന്നത് അത് ഫാൻ ബോയുടെ അച്ഛനായിരിക്കും എന്നാണ്. എന്നാലുണ്ടല്ലോ അത് ഫാൻ ബോയുടെ അച്ഛനല്ലായിരുന്നു, അത് ഹീറോ ആയിരുന്നു കേട്ടോ. ഹീറോനെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അതിനു മുമ്പ് ഈ റൗഡി പയ്യൻ ഇന്ന സ്ഥലത്ത് വരണം, ഇത്ര രൂപ തരണം എന്നൊക്കെ പറയാണ് ഹീറോന്റെ അടുത്ത്. ഈ റൗഡി പയ്യൻ അറിയുന്നില്ല അത് ഹീറോ ആണെന്ന്. എന്തായാലും ഇത് കേട്ട സമയത്ത് ഹീറോയിനും അങ്കിളും കൂടെ അവൻ പറഞ്ഞ സ്ഥലത്തോട്ട് വരുവാണ്. അത് ഏതാ സ്ഥലം എന്നറിയാമോ? അതൊരു മസാജ് പാർലറാണ് കേട്ടോ. അപ്പം അങ്കിളിനും ഹീറോയ്ക്ക് മാത്രമേ അകത്തോട്ട് പോകാൻ പറ്റൂ, ഹീറോയിന് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അത് ആണുങ്ങളുടെ മസാജ് സെന്റർ ആണ് കേട്ടോ. അങ്ങനെ അങ്കിളും ഹീറോയും കൂടെ ആ മസാജ് സെന്ററിന്റെ അകത്തോട്ട് പോവാണ്. അപ്പൊ അവരകത്തോട്ട് പോകുന്ന നേരത്ത് ഈ ഹീറോയിൻ പുറത്തൊരു കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം അവൾക്ക് പരിചയമുള്ള ആരോ ആ മസാജ് സെന്ററിനകത്തോട്ട് കയറി ചെല്ലാണ്. അത് ആരാന്ന് മനസ്സിലായോ? അത് മറ്റേ ഡോക്ടറാണ് കേട്ടോ ഇവരെ ചികിത്സിച്ച. അയാളാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് അതിന്റെ അകത്തോട്ട് കയറി ചെല്ലാണ്. ഹീറോയിൻ ഇത് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഹീറോയെയും അങ്കിളിനെയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും അതിന്റെ അകത്ത് കയറി ചെന്നേക്കാണ്. അതിന്റെ അകത്ത് ഈ കുളിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ മസാജും. അപ്പൊ അവിടെ മൊത്തം വെള്ളം വീണ് നടക്കാണ്. ഈ ഹീറോ ഒന്ന് തെന്നി വീഴാൻ പോകുന്നുണ്ട്. ഇതേ നേരം എന്തോ ഒരു കരച്ചിൽ കേൾക്കുകയാണ്, നല്ല പരിചയമുള്ള കരച്ചില്. അതാരാണ്? അത് മറ്റേ ഫാൻ ബോയ് ആണ് കേട്ടോ. അപ്പൊ ഈ ഫാൻ ബോയുടെ കരച്ചിൽ കേട്ടിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പം ഈ രണ്ട് മണ്ടന്മാരൂടെ മസാജ് ചെയ്യാണ്. മറ്റവനൊക്കെ ഒന്നും പിടിച്ചും തിന്നൊന്നുമില്ല. റൗഡി പയ്യൻ അപ്പുറത്തും ഫാൻ ബോയ് ഇപ്പുറത്തും കിടന്ന് മസാജ് ചെയ്യാണ്. ഈ മസാജ് ചെയ്യുന്നതിന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് ഈ ഹീറോ ഈ രണ്ടുപേരെയും വിളിച്ചോണ്ട് പുറത്തോട്ട് പോവാണ് കേട്ടോ മസാജ് സെന്ററിന്റെ. ഇതേ നേരം കുറച്ച് ആൾക്കാർ ഈ ഹീറോയെ കണ്ടിട്ട് ഒളിച്ച് നിൽക്കുകയാണ്, ഹീറോ കാണാതിരിക്കാൻ. അത് ആ ഡോക്ടറും കൂട്ടരുമാണ് കേട്ടോ. ഡോക്ടറിന്റെ കൂടെ വേറെ ആരോ ഉണ്ട്, എന്താണെന്നറിയില്ല അങ്ങനെ ഒളിച്ച് നിൽക്കുന്നത്. ഇങ്ങനെ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതിനുശേഷം അവർ ആ മസാജ് സെന്ററിന്റെ പുറത്ത് വരുവാണ്. അവിടെ ഹീറോയിൻ നിപ്പുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഈ ഹീറോ ആണെങ്കിൽ റൗഡി പയ്യന്റെ ഒരു ATM കാർഡ് കൊടുക്കാണ്. എന്നിട്ട് പറയാണ് ഇതിനകത്ത് നിനക്ക് ആവശ്യമുള്ള അത്രയും പൈസയുണ്ട്, അമൂൽ പയ്യന് ചികിത്സിക്കാനുള്ള പൈസയുണ്ട്, ഞങ്ങളെല്ലാം നിന്റെ ഫ്രണ്ട്സ് അല്ലേ, നിനക്ക് വേണ്ടി കളക്ട് ചെയ്തതാ, നീ ഇത് ഉപയോഗിക്കണമെന്ന് പറയാണ്. എന്നാൽ ഈ റൗഡി പയ്യൻ അത് നിരസിക്കുകയാണ് കേട്ടോ. അവന് വേണ്ടാന്ന് പറയും. അപ്പൊ ഇതെല്ലാം കൂടെ കാണുന്ന നേരത്ത് ഈ ഫാൻ ബോയ്ക്ക് എന്തോ ഭയങ്കര കുറ്റബോധവും വിഷമവും അങ്ങനെയൊക്കെ തോന്നുകയാണ്. കാരണം അവന്റെ അച്ഛൻ കാരണമല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഈ ഫാൻ ബോയ് എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഹീറോ അടുത്ത് പറയാണ് എനിക്ക് എന്റെ അച്ഛൻ്റെ പൈസ വാങ്ങാനുള്ള വഴി അറിയാം, ഞാൻ ഇന്ന് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്തായാലും ഈ ഹീറോയിനും അങ്കിളിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഹീറോയിനോട് പറയാണ് അതായത് ഞാൻ ഒരാളെ കണ്ടിരുന്നു അകത്ത്, അത് ഡോക്ടറുമായിട്ട് നല്ല സാമ്യമുണ്ട്, വേറൊരാളോട് ഉണ്ടായിരുന്നു, അങ്ങേരുടെ കയ്യിലാണെങ്കിൽ ഒരു പാടുണ്ട്, അതായത് എന്താ പറയാ ഇംഗ്ലീഷിൽ മോളെന്നാണ് പറയുന്നത്, എനിക്ക് അതിന്റെ മലയാളം അറിയത്തില്ല, മറ്റേ ശരീരത്തൊക്കെ കറുത്ത പുള്ളി കാണത്തില്ലേ അത്. ഇതേ നേരം ഹീറോയിൻ പറയുന്നുണ്ട് ഞാനും ഒരാളെ കണ്ടായിരുന്നു, അത് ഡോക്ടറാണ്, അങ്ങോട്ട് കയറി പോകുന്നതായിട്ട് കണ്ടായിരുന്നെന്ന് പറയാണ്. അപ്പൊ ഹീറോയിനും കൂടെ ബിൽഡിങ്ങിന്റെ രണ്ട് സൈഡിലോട്ടാണ്, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും. ഇതേ നേരം ഹീറോയിൻ ബാക്കി ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ പുള്ളിക്കാരി ഒരുപാട് വൈകിപ്പോയി. മറ്റേ ഡോക്ടറാണെങ്കിൽ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതിനുശേഷം
ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ കാണിക്കുകയാണ്. പുള്ളിക്കാരി പെട്ടി തുറന്നു നോക്കുകയാണ്. ആ പെട്ടിക്കകത്ത് വേറൊന്നുമല്ല, നമ്മൾ കരുതിയ കണക്ക് ആ VR ഹെഡ്സെറ്റ് ആണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി അതെടുത്ത് തലയെ വെക്കുന്നതായിട്ട് കാണിച്ചിട്ട് അവിടെ സീൻ കട്ടാവുകയാണ്. ഇതിനുശേഷം നമ്മുടെ ഫാൻ ബോയെ കാണിക്കുകയാണ് കേട്ടോ. ഫാൻ ബോയ് കസിനോയിൽ വന്നേക്കാണ്. അവിടെ അവന്റെ അച്ഛനാണെങ്കിൽ ഇരുന്നിട്ട് ആ ചൂതാട്ട് ഗെയിം കളിക്കുകയാണ്. എന്നാലുണ്ടല്ലോ ഇങ്ങോട്ട് ചെന്നിട്ട് ഇവൻ വഴക്കുണ്ടാക്കുകയാണ്. മര്യാദയ്ക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം, അവരെന്നെ കോളേജിൽ വന്നത് കാണുകയാണ്, പ്രശ്നം ഉണ്ടാക്കുകയാണ്, അവരെന്നെ തട്ടിക്കൊണ്ട് പോവാന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നിങ്ങളതിൽ ഒരുപാട് പൈസ ഉണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്ത് കൊടുക്കാത്തത്? ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ പഠിക്കണം, അതാണ് നല്ല ആൾക്കാരെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടപ്പം ഈ അച്ഛനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വന്നിട്ട് അവനെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതേ നേരം ആ കസിനോയിലുള്ള എല്ലാവരും രണ്ടുപേരെ രണ്ട് സൈഡിലോട്ട് മാറ്റി നിർത്തുകയാണ്. എന്നാലുണ്ടല്ലോ ഈ ഫാൻ ബോയ് വിട്ടുകൊടുക്കുന്നൊന്നുമില്ല, അവനും ചീറിക്കൊണ്ട് വഴക്കൂടാൻ നിൽക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് റൗഡി പയ്യൻ വരുവാണ് കേട്ടോ. ഈ റൗഡി പയ്യനാണെങ്കിൽ ഫാൻ ബോയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഈ അച്ഛൻ അവനെ അടിക്കാൻ വരുമ്പോൾ എവൻ പ്രതിരോധിക്കാൻ നിൽക്കുകയാണ് അച്ഛനോട്, റൗഡി പയ്യനെ. എന്നാൽ ഈ നാട്ടുകാരെല്ലാരും കൂടെ ഇടപെട്ടിട്ട് ഇവർ രണ്ടുപേരെയും കസിനോ ഒന്ന് എങ്ങനെയൊക്കെ രക്ഷിച്ച് പുറത്തിറക്കുകയാണ് അച്ഛൻ്റെ നടി കിട്ടാതെ. അപ്പൊ ഈ ഫാൻ ബോയ് അച്ഛനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് കൊച്ചിലെ തൊട്ട് അച്ഛൻ അവനെ നോക്കിയിട്ടില്ല, പൈസ മാത്രമേ തന്നിട്ടുള്ളൂ, അച്ഛനവന്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല, അവൻ എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമല്ലാത്ത, അവൻ പഠിക്കുന്ന കോളേജ് ഏതാണ്, അവൻ എത്ര വയസ്സായി, അവന്റെ ഫുൾ നെയിം എന്താ ഒന്നും അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം കേട്ടപ്പം അച്ഛൻ ഒരുപാട് വിഷമായി കേട്ടോ. അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അച്ഛൻ ഫുൾ ടൈം അവിടെ നിന്ന് ഗെയിം കളിയാണ്. എന്തായാലും രാത്രിയായ സമയത്ത് ഈ ഫാൻ ബോയും റൗഡി പയ്യനും ഒരു കടയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതേ നേരം റൗഡി പയ്യന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരാണ്. അപ്പൊ അത് എടുത്തു നോക്കുന്ന നേരത്ത് അതായത് അവന് കിട്ടേണ്ട പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഒരു ഫോൺ കോളിലൂടെ വരികയാണ്. അതായത് ഈ റൗഡി പയ്യൻ ഒരു ബോസ് ഉണ്ട്, ആ ബോസിനാണ് ഈ ഫാൻ ബോയുടെ അച്ഛൻ പൈസ കൊടുക്കാനുള്ളത്. എവനാണെങ്കിൽ ജസ്റ്റ് ഒരു ഏജന്റ് മാത്രമാണ്, അങ്ങേറെന്ന് എങ്ങനെയൊക്കെ പൈസ വാങ്ങുന്ന ഒരു ഏജന്റ് മാത്രം. ആ പൈസ കളക്ട് ചെയ്തില്ലേ, അപ്പൊ 3 പേരുടെ കമ്മീഷനാണ് കിട്ടുന്നത്. ഒന്ന് കൂട്ടുകാരൻ പയ്യന്റെ, അമൂൽ പയ്യന്റെ, പിന്നെ റൗഡി പയ്യന്റെ. അതെല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ, ഹോസ്റ്റൽ ബില്ല് അടയ്ക്കാനും എല്ലാത്തിനും കൂടെ. ഈ മെസ്സേജ് ആണെങ്കിൽ ഫാൻ ബോയ്ക്ക് കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവനൊരു മുത്തം കൊടുക്കുകയാണ് അവന്റെ സന്തോഷം കാരണം. അവനാണെങ്കിൽ ഫാൻ ബോയോട് പറയാണ്, ഇനി മുതൽ നീ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തായിരിക്കും, ഇനി നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല എന്ന്. ഇതൊക്കെ കാണുമ്പോൾ ഫാൻ ബോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ, അതായത് റൗഡി പയ്യനും ഫാൻ ബോയും കൂടെ ഹീറോയിനെയും കാണാനായിട്ട് ക്യാൻറ്റീനിൽ വരാണ്. അവിടെ അങ്കിളും ഉണ്ട് കേട്ടോ. അപ്പം ഇവര് വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഗെയിം കളിക്കാൻ തീരുമാനിച്ച് ഇനി തൊട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കുന്നു. അപ്പൊ ഹീറോയ്ക്കും ഹീറോയിനും ഇത് കാണുമ്പോൾ നല്ലൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. തൊട്ട് നേരത്തെ അമ്മമാർ അടി കൂടിയിട്ട് തട്ടിക്കൊണ്ടൊക്കെ പോയത്. അപ്പൊ ആർക്കാരും നല്ല അത്ഭുതം തോന്നത്തില്ല. ഇതിനുശേഷം റൗഡി പയ്യൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന നേരം ജസ്റ്റ് തെന്നി വീഴാൻ പോവാണ്. അപ്പൊ ഈ ഫാൻ ബോയ് ആണ് അവനെ വീഴാതെ പിടിക്കുന്നത്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഈ ഫാൻ ബോയ് കുറച്ച് ഫുഡും വാങ്ങിച്ചുകൊണ്ട് നേരെ ചെല്ലുന്നത് അവന്റെ അച്ഛനെ കാണാനാണ് കേട്ടോ. എന്നിട്ട് അച്ഛന് ഫുഡ് കൊടുത്ത നേരത്ത് ഈ അച്ഛൻ ആദ്യമൊന്നും വാങ്ങുന്നില്ല, അച്ഛൻ പിണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാൻ ബോയ് ആ ഫുഡ് എടുത്ത് ടേബിളിൽ വെക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയാണ്, നല്ല ടേസ്റ്റ് ആണ്, എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതേ നേരം അച്ഛന്റെ കൂട്ടുകാര് ആ ഭക്ഷണത്തിൽ തൊടാൻ നിൽക്കുന്ന നേരം അച്ഛൻ പറയാണ്, എന്റെ മോൻ വാങ്ങിച്ചു തന്ന ഭക്ഷണം നിനക്കൊന്നും തരത്തില്ലടാ, നിനക്കൊക്കെ വേണമെങ്കിൽ നിന്റെ മക്കളെടുത്ത് പറയാൻ പറയും. അതായത് അച്ഛന് ഫാൻ ബോയോട് പിണക്കൊന്നുമില്ല. ഇതിനുശേഷം ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ കാണിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ എന്തോ ഒരു വീഡിയോ എടുത്ത് കാണുകയാണ്. അതാണെങ്കിൽ പുള്ളിക്കാരി രാവിലെ കോളേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന നേരത്ത് നമ്മൾ നേരത്തെ ഒരാളെ കണ്ടില്ലായിരുന്നു, ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ ഫോൺ വിളിച്ച ഒരാള്. നമുക്കറിയില്ല അത് ചേട്ടനാണോ ബോയ് ഫ്രണ്ട് ആണോ എന്നൊന്നും. അവനാണെങ്കിൽ ഇവളത്രയ്ക്ക് വന്ന സമയത്ത് ഇവളാണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ ഒരുത്തന്റെ ഫ്രണ്ടിൽ ഒളിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് കണ്ടപ്പം അവൻ ഒരുപാട് വിഷമായിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇതേ നേരം അവൾ പെട്ടെന്ന് റിയൽ ടൈമിലോട്ട് വരികയാണ് സ്വപ്നത്തിൽ നിന്ന്. അവൾ ഇത്രയും നേരം അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. അതായത് ഇനി 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഗെയിമിലോട്ട് കടക്കുമെന്നും പറഞ്ഞിട്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. അപ്പൊ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് ഇടാൻ നോക്കാം. ഓക്കെ, ബൈ.